ദീപക് മലയമ്മയുണ്ട്. ദീപക് മലയമ്മ ഇർഫാന ഷെറിൻ്റെ വീട്ടിലാണുള്ളത്. ദീപക്, ഞാൻ പറയുകയായിരുന്നു, ഇർഫാനയുടെ ഉമ്മ ഇന്നലെ ഇർഫാനെ കൂട്ടാൻ ബസ് സ്റ്റോപ്പിലേക്ക് വന്നതാണ്. ആശുപത്രിയിലേക്ക് പോകണം എന്ന് മോളോട് പറഞ്ഞ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്നും ഞാൻ കൂട്ടാം എന്ന് പറഞ്ഞ് ഉമ്മ എത്തിയ ആ നിമിഷത്തിലാണ് സിമൻറ്റ് ലോറി പാഞ്ഞുവന്ന് ഇർഫാനയുടെ ജീവനും എടുക്കുന്നത്. ബന്ധുക്കളെല്ലാം പലയിടങ്ങളിലുണ്ടാവും, അവരൊക്കെ എത്തിച്ചേർന്നു. എപ്പോഴാണ് ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്? എത്ര സമയം വരെ വീട്ടിൽ ദർശനമുണ്ടാവും? ദീപക് മലയമ്മ. അരുൺ, ചുരുളി ഗ്രാമം അക്ഷരാർത്ഥത്തിൽ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അത്ര കണ്ട വേദനയിലേക്ക് പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ ചുരുളിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യഘട്ടം മുതൽ ഇങ്ങ് ഏറ്റവും ഒടുവിലെ വീട് വരെ അത് വലിയ അകലത്തിലല്ല ഈ 4 കുട്ടികളുടെയും വീടുള്ളതാണ്. ഇപ്പോൾ ഇർഫാന ഷെറിൻ്റെ വീട്ടിലാണ് ഞാൻ ഉള്ളത്. അല്പം മുൻപാണ് ഇർഫാനയുടെ പിതാവ് അബ്ദുൽ സലാമിനെ മൃതദേഹം ഒന്ന് കാണുന്നതിന് വേണ്ടി വീടിനകത്ത് നിന്ന് സഹോദരങ്ങളൊക്കെ ചേർന്ന് ഇവിടേക്ക് എത്തിച്ചിരുന്നത്. അദ്ദേഹം പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കണ്ടത്. ഒപ്പം തന്നെ ഫ്രീസറിൽ കിടത്തിയിരിക്കുന്ന മൃതദേഹത്തെ നോക്കി തൻ്റെ മകളൊന്ന് എന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ പരിമിതികൾ പറഞ്ഞ് പിന്തിരിപ്പിക്കേണ്ടി വരുന്ന കൂടെയുള്ളവരുടെ ആ വേദന അത് അത്ര കണ്ട് ദുഃഖകരമായിരുന്നു. അനിയനും അനിയത്തിയും ഒക്കെ വന്ന് ഇർഫാനെ ഒരു നോക്ക് കാണുന്നത് അത് ഇങ്ങനെയായിരിക്കും എന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന കാര്യം. ഇന്നലെ സ്കൂൾ വിട്ട് കാഴ്ച ഇർഫാന ഷെറിൻ്റെ വീട്ടിലാണ് ദീപക്കുള്ളത്. ദീപക്ക് ചെറിയ ശബ്ദ തടസ്സമുണ്ട്. ഇർഫാന ഷെറിൻ്റെ വാപ്പയാണ് അല്പസമയം മുമ്പ് ഇർഫാന ഷെറിന് അന്ത്യയാത്ര നൽകിയത്. ഐഷ ASൻ്റെ വീട്ടിലുമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പുലർച്ചെ തന്നെ ഐഷയുടെയും ഹൃദയുടെയും നിതയുടെയും ഇർഫാനയുടെയും ഒക്കെ വീടിൻ്റെ മുന്നിൽ നാട്ടുകാരും ബന്ധുക്കളും തങ്ങളുടെ കുഞ്ഞുമകൾ വരുന്നതും കാത്തിരുന്നിരുന്നു. ഇന്നലെ 4:30 വീട്ടിലേക്ക് എത്തിച്ചേരേണ്ടവരാണ് 4 മണിയോടുകൂടി പനയം പാടത്ത് വെച്ച് ദിശതെറ്റി വന്ന സിമൻറ്റ് ലോറി ഇടിച്ച് ജീവൻ നഷ്ടപ്പെട്ട് ചേതനയേറ്റ ശരീരങ്ങളായി വീടിൻ്റെ മുന്നിൽ ഇപ്പോൾ പൊതുദർശനത്തിനായി കാത്തുകിടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ 8:30 ഇവരുടെ മൃതശരീരങ്ങൾ കരിമ്പനക്കൽ ഹാളിലേക്ക് കൊണ്ടുപോകും. ഐഷ AS, ഇർഫാന ഷെറിൻ, റിദ ഫാത്തിമ, നിദ ഫാത്തിമ. ഐഷ 8E ഡിവിഷനിലാണ് പഠിച്ചത്. ബാക്കി 3 കുട്ടികളും 8D ഡിവിഷനിലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെയും 4 പേരും ഒരേ ഡിവിഷനിൽ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ്. എന്നാൽ അതിന് തൊട്ട് മുമ്പ് ക്ലാസ്സിലെ ഡിവിഷൻ മാറ്റം ഉണ്ടായപ്പോൾ മാത്രമാണ് ഐഷ 8E ഡിവിഷനിലേക്ക് പോയത്. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ 8D ഡിവിഷനിലായിരുന്നു പഠിച്ചിരുന്നത്. ഇന്നലെ ഇംഗ്ലീഷ് ക്രിസ്മസ് പരീക്ഷയായിരുന്നു. ഇന്ന് ഹിന്ദി പരീക്ഷ നടക്കാനിരിക്കവെയാണ്. ഹിന്ദി പരീക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെച്ച് നാളെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നേരത്തെ ഇറങ്ങണം എന്ന ആലോചനയുമായിട്ടാണ് വന്നതെന്ന് കൂടെയുള്ള അജ്ന ഷെറിൻ പറയുന്നതും നമ്മൾ കേട്ടു. 1/2 കിലോമീറ്ററിനുള്ളിലെ വീടിൽ തൊട്ടടുത്തടുത്തുള്ള വീടുകളിലാണ് ഇവർ താമസിച്ചിരുന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ ഒരുമിച്ച് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ഒരേ പ്രായത്തിൽ നടന്നു നീങ്ങിയ കൂട്ടുകാരികളാണിവർ. എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കിട്ട് വന്നവർ. ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് തുടങ്ങിയ കൗമാരക്കാർ. 13 വയസ്സും 14 വയസ്സും മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ. അവരുടെയൊക്കെ രക്ഷിതാക്കൾക്കത് ഒരിക്കലും താങ്ങാനാവാത്ത വിയോഗ വാർത്തയാണിത് എന്നത് നിശ്ചയമാണ്. പ്രേക്ഷകർക്ക് കാണാം. കുഞ്ഞനുജത്തിമാരും ബന്ധുക്കളുമെല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾക്ക് യാത്രയയപ്പ് നൽകാൻ എത്തുന്ന ദൃശ്യങ്ങളാണ്.